അപ്പോൾ ദേവര സിനിമ കണ്ടു. ഒരുപാട് നാളത്തെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു ആ സിനിമ കാണാനായിട്ട്. കാരണം അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിൽ ചുട്ടമെല്ല് സോങ് ആയാലും ഫിയർ സോങ് ഒക്കെ നല്ല രീതിയിൽ ഹിറ്റായ സമയത്തൊക്കെ ഈ സിനിമ കാണാൻ ഭയങ്കര താല്പര്യമുണ്ടായി. അതുമല്ല മറ്റേ എൻ ടി ആറിന് ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. അപ്പോൾ സിനിമ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഇന്ന് കാണാൻ പോയി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം നൈസാണ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ തെലുങ്കു മൂവിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഫീൽ നമുക്ക് കിട്ടും. പിന്നെ എടുത്തു പറയാനായിട്ട് ഇതിലുള്ളത് NTRൻ്റെ പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും. രണ്ടും ഇപ്പോൾ ഇങ്ങനെ മത്സരം പോലെയാണ്. പെർഫോമൻസും അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടി ഇങ്ങനെ കയറി പോവാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. പിന്നെ മെയിൻലി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളം വേർഷനിൽ സിനിമ കാണാതിരിക്കാൻ നോക്കുക. കാരണം ഇതിലുള്ള ഇമോഷണൽ സീൻസ് അത് ഭയങ്കര ക്രിഞ്ചാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ മലയാളത്തിൽ അത് പറയുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ക്രിഞ്ചായിട്ട് മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇമോഷൻ സീൻസ് കാണിക്കുമ്പോൾ നമുക്ക് ചിരി വരാണ്. സങ്കടം വരുന്നതിന് പകരം നമുക്ക് ചിരി വരാണ്. പിന്നെ ഇതിൽ എനിക്ക് മറ്റേ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആയാലും കുറേ മലയാളികളുണ്ട്. ഷൈൻ ടോം ചാക്കോ, നമ്മുടെ സുദേവ് നായർ, അങ്ങനെ മലയാളം ആക്ടേഴ്സ് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോ ആണ്. ഞാൻ ആലോചിച്ച് നമ്മുടെ ബീസ്റ്റിനെ പോലെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, പെട്ടീന്ന് തൂക്കിയിട്ട പോലെ പോകേണ്ട സീനാണോ എന്ന് വിചാരിക്കും. ആ ഇരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഒരു NTR ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഏറിയ നമ്മുടെ ഷൈൻ ടോം ചാക്കോനെ കാണുന്നത്. അതായിരുന്നു പുള്ളിയുടെ ഒരു എൻട്രി. അതായത് എനിക്ക് ഉറപ്പായിരുന്നു ഷൈൻ ടോം ചാക്കോനെ തൂക്കിയെടുത്ത് എറിയണ പരിപാടിയായിരിക്കും ഈ സിനിമയിൽ കാണിക്കാൻ പോണേന്ന്. അതെന്നെ കണ്ടു. പുള്ളീനെ തുടക്കം തന്നെ ഒരു എടുത്തെറിയണ സീനൊക്കെ ഉണ്ട്. പിന്നെ ഇൻ്റർവെൽ സീൻ എടുത്ത് പറയേണ്ടതാണ്. ഒരു അടിപൊളി ഫൈറ്റ് സീനാണ് ഇൻ്റർവെല്ലിലെ ഒരു സീൻ. ആ സീൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഡയലോഗ് ഉണ്ട്. അത് നൈസ് ഡയലോഗായിരുന്നു. എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ചിരി വന്നു. സംഭവം രോമാഞ്ചം വന്ന സീനിൽ രോമാഞ്ചിഫിക്കേഷൻ പ്ലസ് ചിരി വന്നൊരു സംഭവമായിരുന്നു ആ ഒരു ഡയലോഗ്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാം. നൈസായിട്ടൊരു സീനാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ള വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിലുള്ള ഒരു ട്വിസ്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു സീനാണ്. എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ആ ഒരു സീനിൻ്റെ ഒരു മേക്കിങ്, CG ഒക്കെ ചെയ്തേക്കുന്നതും മ്യൂസിക്കും എല്ലാം കൂടി ചേരുമ്പോൾ ആ ക്ലൈമാക്സ് സീൻ അടിപൊളിയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ആ ഒരു ക്ലൈമാക്സ് സീൻ. പിന്നെ മുഴുനീള സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റോറി ഉണ്ട്. അതായത് ഈ സിനിമ പ്രത്യേകിച്ച് ഒരു അറിയാലോ, ട്രെയിലറെ കാണുന്ന പോലെ കടലോരത്തുള്ള 4 ഗ്രാമങ്ങളുടെ ഒരു കഥയാണ്. 4 ഗ്രാമത്തിലെ ഒരു ഗ്രാമത്തലവനാണ് നമ്മുടെ NTR. ദേവര ആൾക്ക് കുടുംബമുണ്ട്, അതേപോലെ ബാക്കി 3 പേർക്ക് കുടുംബമുണ്ട്. നമ്മുടെ സൈഫ് അലി ഖാൻ നമ്മുടെ ആദിപുരുഷിൽ വന്ന് കോമാളിയായ പോലെയല്ല, ഇതിൽ ഭയങ്കര രീതിയിൽ വില്ലനസം കാണിക്കുന്നുണ്ട്. അതിൽ രാവണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഭയങ്കര മോശമാക്കിയാണ് ആദിപുരുഷിൽ കാണിച്ചെങ്കിലും ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ആളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് പീക്ക് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. മുഴുനീളമായിട്ട് പുള്ളിയുടെ ഒരു റോള് കിടുക്കാച്ചയായിട്ടാണ് നിൽക്കുന്നുണ്ട്. അതേപോലെ പുള്ളിയുടെ വേറെ 2 ഗ്രാമത്തിലുള്ള വ്യക്തികൾ, ഒരാൾ നൻപനും ഒരാൾ വില്ലനും ആയിരിക്കുമല്ലോ. അങ്ങനെ 2 വില്ലന്മാർ, 2 നല്ല ആൾക്കാരും തമ്മിലുള്ളൊരു ഗ്രാമത്തിലുള്ളൊരു സംഭവം. അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഫൈറ്റും കടലിൽ പോയിട്ടുള്ള നമ്മുടെ കരീബിനൊക്കെ പോലെയുള്ള ഒരു വേട്ട. അതായത് മറ്റേ ആയുധങ്ങളൊക്കെ നമ്മുടെ കടത്തണതും അത് സെല്ല് ചെയ്യണ പരിപാടിയൊക്കെയാണ് സിനിമ. പക്ഷേ ഇത് സിമ്പിൾ കഥയാണെങ്കിൽ പോലും അത് എടുത്തു ചെയ്യണ മേക്കിങ്ങിലൂടെ അല്ലെങ്കിൽ ഡയറക്ഷനിലൂടെ നല്ല രീതിയിൽ പീക്ക് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ സിനിമ ഒരിക്കലും ഫോണിലൂടെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും എൻഗേജിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെന്തായാലും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കണ്ട് ആ ഒരു സിനിമയുടെ ഒരു ഫീല് അറിയാൻ നോക്കുക. ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. അത് വന്ന് ഫോണിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടാൻ ചാൻസ് കുറവാണ്. തമിഴ് ഞാൻ പറയണത് മലയാളത്തിനേക്കാളും തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഫീൽ കിട്ടിയേനെ. ഞാൻ തെലുങ്കും കണ്ടു, നമ്മുടെ മലയാളം കണ്ടു. എനിക്ക് രണ്ടിലും തെലുങ്കാണ് ഇച്ചിരി കൂടി ബെറ്ററായിട്ട് തോന്നിയത്. മറ്റേ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ക്രിഞ്ചാണ്. ഡയലോഗ്സൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. കൽക്കിയുടെ അത്ര ഭംഗിയായിട്ടൊന്നുമില്ല മലയാളത്തിൻ്റെ വേർഷൻ.
കൈരളി TV സെറ്റപ്പ് സാധനമായിപ്പോയി. എന്നാലും എന്താ പറയുക, കുറച്ച് കണ്ടിരിക്കാനുള്ള, എനിക്ക് NTRന്റെ വോയിസ് കൊടുത്ത ആളെ അത്രയ്ക്ക് സിങ്കായിട്ട് തോന്നിയില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മൾ ഒരുപാട് അല്ലു അർജുൻ്റെ സിനിമ കണ്ടപ്പോൾ മറ്റേ നമ്മുടെ ജിസ്റ്റുവൊക്കെ ചെയ്യണ പോലത്തെ ഒരു വോയിസ് ആരൊക്കെയും NTRന് ഒക്കെ ഉണ്ടെങ്കിൽ നൈസായിരുന്നു. ഇച്ചിരി ഗാംഭീര്യമുള്ള, ഇച്ചിരി അടിപൊളിയായിട്ടുള്ള ഒരു ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരുന്നു. സൈഫ് അലി ഖാൻ ഡബ് ചെയ്ത നൈസായിട്ട് ആ ഒരു ഗാംഭീര്യം, ആളുടെ മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ ചേരുന്ന ടൈപ്പ് ഔട്ട് ഓഫ് ഡബിങ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു 10 വയസ്സ് 15 വയസ്സിന് താഴത്തുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. കാരണം അത്രയ്ക്കും കൊമേഴ്ഷ്യൽ പടമാണ്. ഭയങ്കര ഫൈറ്റ് ആയാലും എല്ലാം അടിപൊളിയായിട്ട്. പിന്നെ ഇതിലെടുത്ത് പറയുന്നത് നായികയ്ക്ക് 5 റോളുള്ളൂ. മറ്റേ നമ്മുടെ ചുട്ടമല്ലിയ സോങ്ങും മാത്രമാണ് ഇതിൽ പുള്ളിക്കാരിക്ക് മുഴുനീളമായിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ക്രിഞ്ച് ഡയലോഗ്സിൻ്റെ ഒരു സീനും ഉണ്ട്. പിന്നെ എക്സ്പോസിങ് ആണ് മെയിൻലി. എക്സ്പോസിങ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് എക്സ്പോസിങ്ങിനും ചുട്ടമല്ലിയ സോങ് ഇരിക്കുന്നുണ്ട്. അതേപോലെ NTRന്റെ പെർഫോമൻസ് കാണുന്നവർക്ക് പെർഫോമൻസ് കാണാനുള്ള സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല തിയേറ്ററിൽ പോയി കാണാൻ, നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ട്. അനിരുദ്ധിൻ്റെ പീക്ക് ലെവൽ ഓഫ് മ്യൂസിക് തന്നെയാണ് ഇതിലും കാണാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ.